ഹലോ ഗായ്സ്, ഞാൻ ലക്ഷദ്വീപ് പബ്ലിക് സ്റ്റാറാണ്. ഇന്നത്തെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യൂട്യൂബ് വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ കല്യാണക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്, വെള്ളം ദോഷം കുത്തിപ്പൊട്ടിക്കാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോനെ കുറിച്ച് പറഞ്ഞാലോ. അപ്പോൾ നമ്മളിപ്പോൾ കല്യാണ ചെക്കൻ്റെ ഫ്രണ്ട്സുകളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇവരാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിലായി പിന്നെ പുതിയാപ്പിള ഒരുക്കുന്ന ചടങ്ങുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലത്തെ പരിപാടി വേറെ എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ അവരുടെ കൂട്ടുകാരനെ പരിചയപ്പെടുത്തിയാണ് ഗൈസ്. അപ്പോൾ ഇവരൊക്കെയാണ് അവരുടെ ചങ്കും കരളിൻ്റെ കരളായ കഷ്ണമായ ഇപ്പം റൂഹിൻ്റെ റൂഹ എന്തൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇവരൊക്കെ. അപ്പോൾ പുതിയാപ്പിൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ മുൻപ് ഈ സർബത്ത് കുടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിക്ക് കഴിഞ്ഞ് പുതിയാപ്പിളെ ഒരുക്കിയൊക്കെയാണ് ഇങ്ങനെ പുറപ്പെടുന്നത്. അപ്പോൾ ഇവർ തമാശയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. അപ്പോഴാണ് അപ്പരാണ് അവർ പറയുന്നത്, ഇന്ത്യൻ നീ വധിച്ചില്ലായിരുന്നു. അപ്പോൾ അവരെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോകുമ്പോൾ അവരിങ്ങനെ ഫോഴ്സ് ചെയ്ത് വീഡിയോ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോഴാണ് കുറേ ടീമുകളെ കണ്ടത്. അപ്പോൾ എടുത്താടുന്ന അങ്ങനെ ഓടിപ്പോയി. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്ന് പുറപ്പെട്ടോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ എടുത്തോണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയാപ്പിള. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ് ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഓരോ ആളുകളെ കാട്ടുകയാണ്. ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, അവരെല്ലാം നാം കാണിക്കുകയാണ്. അപ്പം ഇവരൊക്കെയാണ് നമ്മളുടെ പുതിയാപ്പിള കൂടെ വരുന്നത്. അപ്പം ഇവരുടെ കൂടെ ഞാനും ഉണ്ടാകും. അപ്പം ഇവരെല്ലാവരും ഉണ്ടാകും. അപ്പോൾ ഒരാൾക്കൾ ഇങ്ങനെ ഓരോന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ഇവരെ തന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് പറഞ്ഞു എൻ്റെ തൊണ്ട പറ്റി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. പുതിയാപ്പിള ആകെ ടെൻഷൻ അടിച്ചൊന്ന് തലം ചൊറിഞ്ഞുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പുതിയാപ്പിളെ ഒരുക്കാനുള്ള ടൈമായി. അപ്പോൾ പുതിയാപ്പിളെ ഒരുക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അയാളാണ് നമ്മളുടെ ഈ ഫാഷൻ ഡിസൈനറെ പോലെ പുതിയാപ്പിളെ ഒരുക്കുന്നത്. അപ്പോൾ ഒരു തുണി കൊണ്ട് ഫാൻസ് പോലെ ഇതാക്കിയിട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ പുതിയാപ്പിള വരച്ച് ഈ സാരി ഉടുപ്പിക്കാനൊന്ന് വരച്ചു. അപ്പോൾ അങ്ങനെ ഒന്ന് വരച്ച് ഒന്ന് ഞെട്ടി. അപ്പോൾ പുതിയാപ്പിളക്ക് എന്ത് പണിയാണെന്ന് കൊടുക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. ഇങ്ങനെ കാര്യം വിട്ടുപോയി. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. പെട്ടെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ള ഒരു സെലിബ്രിറ്റിയാണ്. ആ സെലിബ്രിറ്റിയാണ് ഈ പുതിയാപ്പിളയുടെ പണി കൊടുക്കുന്നത്, ഇതാക്കി കൊടുക്കുന്നത്. പാട്ടിലൂടെയും ഡാൻസിലൂടെയും ഈ നൃത്തമാടി കളിക്കുന്ന അങ്ങനെയൊക്കെയാണ് ഇവർ സെലിബ്രിറ്റി ആയത്. അപ്പോൾ ആ സെലിബ്രിറ്റിയാണ് നമ്മളുടെ ഫാഷൻ ഡിസൈനറായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നിടത്ത് വച്ച് കാണാം. എല്ലാവരും കണ്ടെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. പയ്യന്മാരെ നിന്നാണ്. ഹലോ ഗാന്ധി നിന്ന ഊനെല്ലാം വേണ്ട വാർത്ത അവ പുറത്തിറങ്ങാൻ ഇന്നനെയാകും.
രണ്ടാമത് ഓൻ ഫ്രീക്ക് മലയാറിനെ കല്യാണത്തിന് ആക്രമിക്കാൻ വേണ്ടി ഫ്രീക്ക് മലയാറിന്റെ പണിയാണ്. സ്വാമി വാമൂലി തെഞ്ചിനും പമ്പനി ഏതാ വിളിപ്പിച്ചില്ലേ ചുങ്കിക്ക പിന്നില്ല സ്പൂണിയാ എടുത്തോണ്ടാ അതെല്ലാം അങ്ങനെ ഉള്ളിൽ പിന്നെ വാ ഇതിപ്പോ നിന്നെ നൂലിട്ടാ ഓറഞ്ച് നൂലില്ലേ ബെൽറ്റ് കെട്ടി വിട്ടാ പോരാ അത് ചൂനുള്ള മതി അത് മതി ലുക്ക് അതാണ് ഓറഞ്ച് നോക്കിട്ടാ മൂന്ന് വരെ വിളിക്കട്ടെ ഭരതനാട്യം കൊണ്ട് ആടി ഈ അക്കൗണ്ട് ഇത് മാറ്റാൻ കട്ട വെടിയുണ്ടാക്കും വെള്ള തുണിയുടെ പുതിയാപ്പിളയുടെ ഒരുക്കങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പം ദുആ ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അത് കഴിയാൻ വേണ്ടി ഞങ്ങൾ പുറപ്പെടുകയാണ്, അത് തുടങ്ങാൻ വേണ്ടി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറപ്പെടാമെന്ന് വിചാരിച്ചു. ഇതാണ് സെലിബ്രിറ്റി. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറപ്പെടാം. ഒരാളും കൂടി വരാനുണ്ട്. അപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാൻ വരുന്നതാണ് പറയുന്നത്. അപ്പം വിളിക്കാൻ വരുന്നത് എത്തി. ഇവരാണ് വിളിക്കാൻ വന്നത്. അപ്പം വിളിക്കാൻ വരുന്നത് എത്തിക്കഴിഞ്ഞാൽ അവരെ ഇവിടെ റയിപ്പിച്ച് ചായ സർബത്ത് എല്ലാം കുടിപ്പിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഉറപ്പിച്ച് പോകുന്നത്. പുതിയാപ്പിളെ വിളിക്കാൻ വന്ന ആരാണെന്ന് നമുക്ക് പോയിട്ട് നോക്കാം. ഇവരൊക്കെയാണ് പുതിയാപ്പിളെ വിളിക്കാൻ വന്നത്. ഇതിൻ്റെ നടുവൊക്കെ അളിയനാണ്, അപ്പുറത്തിരിക്കുന്ന ഈ സ്വർണ്ണ ചട്ടകൾ. അപ്പോൾ ഇവരൊക്കെ കിട്ടാൻ വേണ്ടി എല്ലാവരും ഒപ്പിച്ച് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും പുറപ്പെടാൻ വേണ്ടി അപ്പുറത്ത് ദുആയൊക്കെ ചെയ്യുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരത്തെ പുറപ്പെടാണ്.
വേണ്ട വേണ്ട പോകുന്നു അല്ല തുണി അപ്പോൾ അളിയനെങ്ങനെ എന്ത് കോട്ടൊക്കെ ഇടിക്കുകയാണ് ഗൈസ്. അപ്പോൾ വീട്ടിൽ നിന്ന് പുതിയാപ്പിള പുറപ്പെട്ട് കഴിഞ്ഞു. അപ്പം ഇനി പെണ്ണിൻ്റെ വീട്ടിൽ പോയി കാണാം. അങ്ങനെയാണ് നമുക്ക് ഒരു ഇതുള്ളത്. നമുക്ക് അപ്പം ഇങ്ങനെ പുറത്ത് പോയിട്ട് ബൈക്കെടുത്തിട്ട് എല്ലായിടത്തും നേരത്തെ പെണ്ണിൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലാണ് ഇനി കലാപരിപാടി. മണവാട്ടിയൊക്കെ ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് അവരെ നേരത്തെ കഴിഞ്ഞു. അതുകൊണ്ട് പുതിയാപ്പിളാണ് രാത്രി വരുന്നത്. അപ്പം പുതിയാപ്പിള നേരത്തെ അങ്ങോട്ടാണ്. ഇപ്പം നേരത്തെ എല്ലാവരോടും പോട്ടാന്ന് കേട്ടിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പം ചെക്കൻ്റെ വണ്ടി കാട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിൽ പോകും. പെണ്ണ് ആരെന്നറിയണ്ടേ, ഞാൻ കഴിഞ്ഞ അവരുടെ നിക്കാഹ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പെണ്ണിനെ കാണിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തെന്നറിയാം, ഇതെല്ലാം പടക്കമാണ്. ഇനി പടക്കം പൊട്ടിക്കുന്ന ഒരു രംഗം വന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ചെക്കൻ്റെ ഒറിജിനൽ കോലം കണ്ട. ഇവരുടെ ചങ്ങാതിമാരൊക്കെ കാട്ടിക്കൂട്ടിയാണ് ഗൈസ്. എന്തോ ചെക്കൻ കുറച്ചുകൂടെ അങ്ങായിരുന്നു കറണ്ട് പിടിച്ച് മരിച്ചിരുന്നു. പിന്നെ കല്യാണം തന്നെ ഉണ്ടാകില്ലായിരുന്നു. അവസാനത്തെ കല്യാണമായിരിക്കും. കല്യാണം വീട്ടിൽ നിന്ന് ചോക്കടിച്ച് മരിച്ച ആദ്യത്തെ പുതിയാപ്പിള. കല്യാണം കഴിച്ച് ശവപ്പെട്ടി എന്നൊക്കെയായിട്ടും വരികയാണ്. എന്തൊക്കെയാണ് നാളത്തെ പത്രത്തിൽ വരിക? അപ്പോൾ പടക്കത്തെ ടൈമായി. അപ്പോൾ പടക്കം പൊട്ടാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് എന്താണെന്നറിയും, ഈ പടക്കം പൊട്ടുന്ന സമയത്ത് ഇങ്ങോട്ട് തറക്കാൻ കണ്ടില്ല, അതുപോലെ മേലിലോട്ട് തറക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞാകുകയാണ്. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിലാവുന്നത്.
അങ്ങനെ പടക്കങ്ങളെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നേരത്തെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കയറി പോവാം. അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ മുറിയിലേക്ക് കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അതിൽ കയറുമ്പോൾ ഞാൻ പോയിട്ടില്ല. ഇതൊക്കെ എടുക്കുമ്പോൾ പുതിയാപ്പ നേരത്തെ പോയതുകൊണ്ട് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ്. പക്ഷെ അപ്പം എനിക്ക് നന്നായി നമ്മളുടെ പാട്ടുകാരൻ ഹസരത്ത് അലി ഇവിടെ ഇരുന്നിരിക്കുകയാണ് ഗൈസ്. എങ്ങനെ കാട്ടി എല്ലാവരും വിളിക്കാം. മുസാറിനടിയാം. മുസാറിനിടാനോ നന്ദിയുണ്ട് പോലെ പാട്ടുകാരൻ ഹസരത്ത് അലി വീണ്ടും പുറത്തിരിക്കുകയാണ്. ശശാങ്കനെ പ്രത്യേകിക്കണേ.
ఇంకా ഊനെ മെയിനായിട്ട് വാങ്ങിയാണ് വയലാണ് വയലാണ് അവിടെ വരെ പോയിക്കോ അതിന് ആരും ഇല്ലാതെ നമ്മ രണ്ടാമത്തെ ഡോസിലാണ് പബ്ലിക് സ്റ്റാർ എല്ലാരും സപ്പോർട്ട്
അവിടെ 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 അയാൾ നോക്കാനാണ് അവിടെ കിട്ടും നമുക്ക് അത് കിട്ടണോ തിരിഞ്ഞു ആളെല്ലാം കിട്ടുമോ ആളെല്ലാം കിട്ടുമോ തലക്കേട്ടോ തലക്കേട്ടോ ആരാ കാരണം വേണ്ടത് ചക്കത്തെ കിട്ടിയാ അത് ശരിയില്ലേ ചുച്ചാ മതി ബട്ടൺ ചുച്ചാ മതി ഓൻ ചമ്പ് കൊണ്ട് ചുച്ചാല് തീ ഉണ്ടല്ല അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് അടിക്കുക, ബെൽ എന്ന ഓപ്ഷൻ കുത്തിപ്പൊട്ടിക്കുക.